ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ മാങ്ങ അച്ചാറിടാനാണ് അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയിലാണ് അരിഞ്ഞെല്ലാം ഉപ്പിട്ട് കല്ലുപ്പിട്ടാണ് വെച്ചേക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് വിളഞ്ഞു പോയി, ഇത് കുഴപ്പമില്ല. വിളഞ്ഞതും വിളയാത്തതുമുണ്ട്. അപ്പോൾ പുളിപ്പും മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പം നാളെ ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരപ്പൊക്കെ പരട്ടിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് അച്ചാറിടുന്ന കാണിച്ചു തരാമേ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ഒന്ന് മാങ്ങയുടെ വെള്ളം ഊറ്റി മാറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് വിരകി വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് ഇനി ഇത് വെയിലത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അച്ചാർ ഇടണം. അങ്ങനെ മാങ്ങ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് അവിടെ ഇരുന്നത് ചൂടായിട്ട് നമ്മളങ്ങനെ മാങ്ങ വെയിലത്ത് വെച്ച് വാട്ടി കൊണ്ടുവച്ചേക്കണേ. നമുക്ക് അച്ചാർ അങ്ങനെ നമ്മൾ അച്ചാറിടാൻ അരിങ്ങണേ. കേട്ടോ, ഇഞ്ചി ചതച്ചത്, വറ്റൽമുളക്, വെളുത്തുള്ളി മുഴുവനുള്ളത് ചതയ്ക്കാത്തത്, വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പില, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഒക്കെ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചാണ് അച്ചാറ്. ചട്ടി ചൂടായി നല്ലെണ്ണ ഒഴിക്കും. തോനെ മാങ്ങ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് അധികം നല്ലെണ്ണ ഒഴിക്കും. ചൂടാകുമ്പോൾ കടുക് എണ്ണ ചൂടായി. അങ്ങനെ കടുക് ഇടുവാണേ. കടുകിട്ട് വേണ്ട മുളകും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം പുരട്ടി വെയിലത്ത് ചൂടാക്കിയ മാങ്ങ പാത്രത്തിലാക്കി വെച്ചിരിക്കുക. കടുക് പൊട്ടുന്നു. ചതയ്ക്കാത്ത വെളുത്തുള്ളിയാണ് ഇടുന്നത്. ചതയ്ക്കാത്ത വെളുത്തുള്ളിക്കാണ് കുറച്ച് മൂപ്പുള്ളത്. മറ്റേതെല്ലാം ചതച്ചതല്ലേ, അതുകൊണ്ട് കുറച്ച് മൂപ്പ് അതിന് കുറവാണ്. ചതച്ച വെളുത്തുള്ളി അതൊരു ചതച്ചെടുക്കാണ്ട് നമുക്ക് തട്ടി കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. ഞാൻ ഇടുന്ന രീതിയാണ്, ഇങ്ങനെ നിങ്ങളൊന്ന് ഇട്ട് നോക്കി. നല്ല രുചിയുള്ള അച്ചാറാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അച്ചാറിടുന്നത്. ഇനി ചതച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാങ്ങയിൽ പെട്ടെന്ന് ഈ ചതച്ചിടുമ്പോഴത്തേക്ക് അതിൻ്റെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിടിക്കും. മറ്റേത് അങ്ങനെ തന്നെ കിടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ട ഇടാറ്. കുറച്ച് ചതച്ചിടും, കുറച്ച് ചതയ്ക്കാതെ ഇടും. നമുക്ക് ഇഞ്ചി ഇട്ട്
ഇനി വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇടാം. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ശരി. സാധാരണ ഞാൻ കണ്ടുവരാറ് ആരും ഇങ്ങനെ ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചതച്ചിട്ടാണ്. അപ്പം അത് മാങ്ങയിലായാലും നാരങ്ങയിലായാലും പെട്ടെന്ന് അതിനകത്ത് അതിൻ്റെ രുചിയൊക്കെ പിടിക്കും. അത് നോക്കട്ടെ. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. തീ ഒന്ന് ഓഫാക്കാം. ഉപ്പൊട്ടിട്ട് പൊടി ഇട്ടാം. സോറി, പൊടികളിട്ട് വീഡിയോ കട്ടായി പോയി കേട്ടോ. നേരത്തെ ഞാൻ എടുത്ത് കാണിച്ച പൊടികളെല്ലാം തീ ഓഫാക്കിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഇട്ടാം. ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറേ ദിവസം ഇരിക്കും. ഇങ്ങനെ മാങ്ങാച്ചാറിട്ടാൽ നമ്മൾ വെയിലത്ത് വെച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുത്ത മാങ്ങയുണ്ട്. കുറേ ദിവസം ഇരിക്കും. വിനാഗിരിയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ വിനാഗിരി അങ്ങനെ ഉപയോഗിക്കാറില്ല. വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. പിന്നെ ഇത് നല്ല ടേസ്റ്റുണ്ട്. കറക്റ്റ് ഉപ്പും എല്ലാം ഉപ്പ് അരിയെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് അരിയെല്ലാം ചേർക്കണേ. പിന്നെ മാങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.